Welcome to BSc Main Physics, elective paper Electronic Instrumentation. And today class is EI-7 probability error. Probability error or probability of error. This is from Unit 1 basic concepts of measurement. BSc Main Physics, elective paper semester 6. So what is probability error, or it is also called error probability, or the error rate. It is also called error rate, error probability, or probability error. What is it? എന്താണ് ഈ പ്രോബിലിറ്റി എറർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എറർ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ? അത് നമ്മൾ എറർ റേറ്റ് എന്ന് കൂടി പറയും. ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്പോൾ ഈ പ്രോബിലിറ്റി വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് പ്രധാനമായിട്ടും. ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എറർ പ്രോബിലിറ്റി ഈസ് ദി ഫ്രീക്വൻസി വിത്ത് വിച്ച് എ സർട്ടൻ probabilistic testing procedures will lead to a type 1 error and a type 2 error. ഇപ്പോൾ നമ്മൾ പ്രസ്താവിച്ച രീതിയിലുള്ള എറേഴ്സ് ടൈപ്പ് 1 ടൈപ്പ് 2 എന്ന് പറയും. അവ വരുന്ന കേസിലാണ് ഈ പ്രോബിലിറ്റി എറർ പ്രോബിലിറ്റി പറയുന്നത്. In statistics, the error probability is the frequency with which a certain probabilistic testing procedure will lead to a type 1 or type 2 error. അപ്പോൾ ടൈപ്പ് 1 ടൈപ്പ് 2 എറർ സംഭവിക്കുന്ന കേസുകളിലാണ് നമ്മൾ എറർ പ്രോബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് കൊടുക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ എറർ ഇൻ ഹൈപ്പോത്തറ്റിക്കൽ ഇൻഫിനിറ്റ് റിപ്പീറ്റേഷൻ ഓഫ് ദി പ്രൊസീഡിയർ. നമ്മൾ പ്രൊസീഡിയർ അനേകം പ്രാവശ്യം ഇൻഫിനിറ്റ് ടൈംസ് ഒരു സാങ്കല്പികമായ രീതിയിലാണ് ആവർത്തിക്കുമ്പോൾ സംഭവിക്കാവുന്ന എററിൻ്റെ റേറ്റ് ഓഫ് ഒക്കറൻസ്, റേറ്റ് ഓഫ് എറർ റേറ്റ്, അതിനാണ് പ്രോബിലിറ്റി എറർ എന്ന് വിളിക്കുന്നത്. ഷോർട്ട് ആൻസറായിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈ പ്രോബിലിറ്റി എററിൻ്റെ കൂടെ വരുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എറർ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എറർ, അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഓഫ് എറർ, അത് സ്റ്റാറ്റിസ്റ്റിക്സിനകത്താണ് ഇത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കതിൻ്റെ തിയറി ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഐഡിയ മാത്രം മതിയാകും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എറർ, ദ ജനറൽ ലോസ് ഗവേണിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എറർ ആർ സെറ്റ് ആസ് ഫോളോസ്. അപ്പോൾ എററിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, എറർ എങ്ങനെ പോയി നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ആ മെഷർമെൻറ്റിൻ്റെ ഈ കറക്റ്റ് ട്രൂ വാല്യൂ എന്താണ്, ആ ട്രൂ വാല്യൂ നിന്ന് മാറുന്നതാണ് എറർ എന്ന് പറയുന്നത്. ആ എറർ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്, ആ ട്രൂ വാല്യൂവിൻ്റെ മുകളിലാണോ താഴെയാണോ, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്, അതാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ദ ജനറൽ ലോസ് ഗവേണിംഗ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആർ സ്റ്റേറ്റഡ് ആസ് ഫോളോസ്. നമ്പർ 1, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എറേഴ്സ് ഒക്കർ വിത്ത് ഈക്വൽ പ്രോബിലിറ്റി ആൻഡ് ഈക്വൽ ഫ്രീക്വൻസി. അതായത് ഒരു റീഡിങ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10.5 കറക്റ്റ് റീഡിംഗ് ആണ്, കറക്റ്റ് ലെങ്ത് ആണ് ഒരു റോഡിൻ്റെ എങ്കിൽ നമുക്ക് 10.6 10.7 കിട്ടും, അത് ഉയർന്ന വാല്യൂ ആണ്. അത് താഴെ 10.4 10.3 കിട്ടും, അത് താഴ്ന്ന വാല്യൂ ആണ്, എററുള്ള വാല്യൂ ആണ്. ഈ എറർ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് എപ്പോഴും തുല്യമായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുമെന്ന്. സ്റ്റാൻഡേർഡ് വാല്യൂവിൻ്റെ മുകളിലും താഴെയായിട്ട് ഈ എററുള്ള വാല്യൂസ് സ്പ്രെഡ് ചെയ്ത് കിടക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എറേഴ്സ് ഒക്കർ വിത്ത് ഈക്വൽ പ്രോബിലിറ്റി ആൻഡ് ഈക്വൽ ഫ്രീക്വൻസി. നമ്പർ 2, സ്മോൾ എറേഴ്സ് ആർ മോർ കോമൺ ദാൻ ലാർജ് എറേഴ്സ്. ലാർജ് എറേഴ്സ് സംഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്മോൾ എറേഴ്സിനാണ് സാധ്യത. നമ്പർ 3, ലാർജ് എറേഴ്സ് സെൽഡം ഒക്കർ. വലിയ എറേഴ്സ് സാധാരണ സംഭവിക്കാറില്ല. ലാർജ് എറേഴ്സ് സെൽഡം ഒക്കർ ആൻഡ് ദർ ഇസ് എ ലിമിറ്റ് ടു ദി സൈസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റാൻഡം എറർ ദാറ്റ് വിൽ ഒക്കർ ഇൻ എനി സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ്. അപ്പോൾ വലിയ എറർ സംഭവിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. ഇനിയാണ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. എ കർവ് ദാറ്റ് കൺഫോംസ് to these laws is plotted with the size of the error on the abscissa and the probability of occurrence on the ordinate appears as. അപ്പോൾ നമ്മൾ ഈ എറർ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടായിട്ട് കാണിക്കും. ഈ സൈസ് ഓഫ് ദി എറർ എക്സാക്സിൽ അപ്സൈഡ് എടുക്കും, അതുപോലെ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ്
ഇതിൻ്റെ പ്രോബിലിറ്റി ഈ ഫംഗ്ഷൻ അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ് നമ്മൾ വൈ ആക്സിലും കാണിക്കും. അങ്ങനെ കിട്ടുന്ന കർവിനെ വിളിക്കുന്ന പേരാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. എ കർവ് ദാറ്റ് കൺഫോംസ് ടു ദീസ് laws is plotted with the size of the error on the abscissa and the probability of occurrence on the ordinate appears as a curve here. അപ്പോൾ അതിന് നമ്മൾ appears as in figure D1 എന്നാണ് ഈ കർവിനോട് പേരിട്ടിരിക്കുന്നത്. നിങ്ങൾ കടന്നു കൊടുത്താൽ മതി. D1 and is called the normal distribution curve. The normal distribution curve, the normal curve of error or simply the probability curve. അപ്പോൾ ഇവിടെ ഈ എറർ എക്സ് ആക്സിലും പ്രോബിലിറ്റി ഓഫ് ദി ഫംഗ്ഷൻ വൈ ആക്സിലും എടുത്ത് നമ്മൾ ഗ്രാഫ് വരച്ചാൽ അതിനെ വിളിക്കുന്ന പേര് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. അത് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. അപ്പോൾ ഈ കർവിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഓഫ് എറർ അല്ലെങ്കിൽ നോർമൽ കർവ് അല്ലെങ്കിൽ പ്രോബിലിറ്റി കർവ് എന്ന് പറയും. ഇതാണ് ആ കർവ്, ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. അപ്പോൾ ഇതിനെ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയും. അപ്പം അത് അത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതല്ല. നോക്കൂ, ആ കർവിൻ്റെ വൈ ആക്സിസ് ആണ്. വൈ ആക്സിൽ ആ ഫംഗ്ഷൻ എടുത്തിരിക്കുക, വൈ എഫ് എക്സ് എടുത്തിരിക്കുകയാണ് വൈ ആക്സിസിൽ. എക്സ് ആക്സിൽ നിന്ന് എറർ സൈസ് എടുത്തിരിക്കുക, എറർ സൈസ്. അത് റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് എറർ, ലെഫ്റ്റ് സൈഡിലേക്ക് നെഗറ്റീവ് എറർ എടുത്തിരിക്കുകയാണ്. ആ സൈഡിൽ എഴുതിയിരിക്കുന്നത്, ആ നടുക്ക് വെർട്ടിക്കലായിട്ട് ഇരിക്കുന്ന പ്രോബിലിറ്റി ഓഫ് ഒക്കറൻസ്, ആ എറർ സംഭവിക്കാനുള്ള പ്രോബിലിറ്റി, അത് വൈ ആക്സിൽ. എക്സ് ആക്സിൽ എറർ, വൈ ആക്സിൽ എറർ സംഭവിക്കാനുള്ള പ്രോബിലിറ്റി, ആ ഗ്രാഫിനെ വൈ എഫ് എക്സ് എന്ന് പറയും. അപ്പോൾ ഇതിനെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയും. ഇത് ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ കർവ് നമ്മൾ സ്വീകരിക്കുന്നു? എന്തുകൊണ്ട് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഇങ്ങനെ എടുക്കുന്നു? എറേഴ്സ് പിന്നെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂവിൻ്റെ മുകളിലും താഴെവിട്ട് എങ്ങനെ കിടക്കുന്നു അത് കാണിക്കുന്ന കർവാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്. എന്താണ് ഇത്തരം കർവ് ഈ എറർ സ്റ്റഡിയിൽ സ്വീകരിക്കാൻ കാരണം? വാട്ട് ഇസ് ദ റീസൺ ഫോർ അപ്ലൈയിങ് ദിസ് കർവ് ഇൻ എറർ സ്റ്റഡി? വൺ റീസൺ ദിസ് ഈസ് ഡൺ ഈസ് ബിക്കോസ്, ഒരു കാരണം ഇതാണ്, the normal distribution often describes the actual distribution of the random errors in real world processes reasonably well. അപ്പോൾ ഇത്തരൊരു കർവ് ഈ എറേഴ്സിൻ്റെ ചിത്രം നമുക്ക് ഏകദേശം നന്നായിട്ട് തന്നെ തരും. One reason this is done is because the normal distribution often describes the actual distribution of the random errors. റാൻഡം എറേഴ്സിൻ്റെ വ്യാപനം എങ്ങനെയാണത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് അത് ഈ ഒരു കർവ് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്പർ 2, the normal distribution is also used because the mathematical theory behind it is well developed and supports a broad array of inferences on functions of the data. അപ്പോൾ ഫംഗ്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട ഡേറ്റകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് മാത്തമാറ്റിക്കൽ തിയറിയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ യൂസ്ഡ് ബിക്കോസ് ദി മാത്തമാറ്റിക്കൽ തിയറി ബിഹൈൻഡ് ഇറ്റ് ഈസ് വെൽ ഡെവലപ്ഡ്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള തിയറി വളരെ കൃത്യമായിട്ട് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത തിയറിയാണ്. ആൻഡ് സപ്പോർട്ട്സ് എ ബ്രോഡ് അറേ ഓഫ് ഇൻഫറൻസസ് ഓൺ ഫങ്ഷൻസ് ഓഫ് ദി ഡേറ്റ. അപ്പോൾ ഡേറ്റ ഈ ഫങ്ഷൻസ് ഓഫ് ദി ഡേറ്റയിൽ തരുന്ന ഫങ്ഷൻസും എററും ഒക്കെ വളരെ ഭംഗിയായിട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള തിയറി, മാത്തമാറ്റിക്കൽ തിയറി ഇത്തരം ഒരു കർവിന് പിന്നിലുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് പ്രോബബിൾ എറർ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രോബിലിറ്റി ഓഫ് എററാണ്. പ്രോബിലിറ്റി ഓഫ് എറർ അല്ലെങ്കിൽ എറർ പ്രോബിലിറ്റി, എറർ റേറ്റാണ് ആദ്യം പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ നമ്മൾ മാറ്റിയിട്ട് പ്രോബിൾ എന്ന, പ്രോബിലിറ്റി പറയത്തില്ല, പ്രോബിൾ എറർ. എന്താണ് ഈ പ്രോബിൾ എറർ? അപ്പോൾ രണ്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പഠിക്കണം. വാട്ട് ഈസ് പ്രോബിലിറ്റി എറർ, വാട്ട് ഈസ് പ്രോബബിൾ എറർ? ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ആൻഡ് ദാറ്റ് ഡിഫറൻസ് യു ഹാവ് ടു കെയർഫുള്ളി നോട്ട്. വാട്ട് ഈസ് probability error? Probable error is represented as R. It is given by the relation R is equal plus or minus 0.6745 into sigma. Sigma you can write in the form of its symbol. അതായത് ഈ
പ്രോബബിൾ എറർ എന്ന് പറഞ്ഞാൽ അത് സ്മോൾ ആർ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അത് അതിൻ്റെ ഉത്തരം ആർ ഇസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് എന്ന് പറഞ്ഞാൽ ബാർ വേണ്ട, പ്ലസ് എഴുതിയിട്ട് താഴെ മൈനസ് എഴുതുന്നതാണ് നമ്മുടെ രീതി. പ്ലസ് ഓർ മൈനസ് 0.6745 ഇൻറ്റു സിഗ്മ. സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദിയിൽ നാ പോലെ എഴുതുന്ന ലെറ്ററാണ് ഹിന്ദിയിൽ. അപ്പോൾ സിഗ്മ എന്ന് തന്നെ എഴുതണം. ഇവിടെ ഞാനവിടെ ആ സിമ്പിൾ എടുക്കാനുള്ള സമയം പോകുന്നത് കൊണ്ട് സിഗ്മ എന്ന് എഴുതിയിരിക്കുകയാണ്. നിങ്ങൾ സിഗ്മ കൊടുക്കണം. നിങ്ങൾക്കറിയാമല്ലോ സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെയൊക്കെ സിമ്പിൾ സിഗ്മയാണ്. ആർ ഇസ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് 0.6745 സിഗ്മ, വേർ സിഗ്മ ഈസ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Standard deviation sigma is more important than probable error, because in statistical work standard deviation is often considered. അപ്പോൾ ഈ പ്രോബബിൾ എററും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും റിലേറ്റഡ് ആണ്. അതിന് റിലേഷനാണ് ആർ ഈസ് പ്ലസ് ഓർ മൈനസ് 0.6745 സിഗ്മ എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്കിൽ ഈ പ്രോബബിൾ എററിനേക്കാൾ പ്രാധാന്യം സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രോബബിൾ എറർ കാണുന്ന ഒരു പ്രോബ്ലം. ലുക്ക് ഹിയർ, എ 0 to 150 വോൾട്ട്. അവിടെ വായിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് വായിക്കുക. എ 0-150, 0 ഒരു ഹൈഫൻ ഇടണം, 150 വോൾട്ട്. എ 0-150 വോൾട്ട് ഡാഷ് ഇട്ടാൽ മതി. വോൾട്ട് മീറ്റർ ഹാസ് എ guaranteed accuracy of 1% on full scale reading. ആ ഫസ്റ്റ് ലൈൻ അല്പം ബ്ലറിംഗ് ഉണ്ട്, അപ്പം അത് മാറ്റി ഒന്ന് കറക്റ്റായിട്ട് എഴുതണം. ഒന്നൊരു വായിക്കാം. എ 0-150 volt meter has a guaranteed accuracy of 1% the full scale reading. The voltage measured by this instrument is 83 volt. 83, you carefully note. Calculate the limiting value of the അല്പം ക്ലാരിറ്റി വരാം. ആ ലിമിറ്റിംഗ് വാല്യൂ ഇൻ പെർസെൻ്റ് കേട്ടോ. ലിമിറ്റിംഗ് വാല്യൂ ഇൻ പെർസെൻറ്റ്. കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് വാല്യൂ ഇൻ പെർസെൻറ്റ്. ഇപ്പോൾ ക്ലിയറായി. കാൽക്കുലേറ്റ് ലിമിറ്റിംഗ് വാല്യൂ ഇൻ പെർസെൻറ്റ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് പറയുന്നത്. സൊല്യൂഷൻ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ലിമിറ്റിംഗ് വാല്യൂ, ലിമിറ്റിംഗ് എററിൻ്റെ പെർസെൻറ്റ്. The magnitude of the limiting error. The magnitude of the limiting error. നോക്കുക, ഒരു 1% എറർ എന്നുണ്ടെന്നാണ് പറയുന്നത്. 1% എന്ന് പറഞ്ഞാൽ 1% എന്ന് പറഞ്ഞാൽ 0.01 ആണ്. അപ്പോൾ 0.01 ആകെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ അത് 150 വോൾട്ട് ആണല്ലോ. അപ്പോൾ 0.01 150, അപ്പോൾ 1.5 വോൾട്ട് ആണ് ലിമിറ്റിംഗ് എറർ. ഇത് പെർസെൻറ്റേജ് എറർ ഓർ the percentage error at a meter indication of 83 വോൾട്ട്. ഈ മീറ്റർ, ഈ 150 വോൾട്ട് ഫുൾ റേഞ്ച് ഉള്ള വോൾട്ട് മീറ്റർ അളക്കുന്ന 83 വോൾട്ടാണ്. അപ്പോൾ അതിനുള്ള എറർ എന്തായിരിക്കും? ഈ എറർ കൊണ്ട് കുടിച്ചാൽ മതിയല്ലോ. ഈ എറർ ഉണ്ട് നമുക്ക്. അപ്പോൾ 83 വോൾട്ടിൽ എത്ര എറർ സംഭവിക്കും? 83 വോൾട്ടിൽ. അപ്പോൾ ഒരു വോൾട്ടിലാണ് നമുക്ക് ഈ 1.5 വോൾട്ട് നോക്കി. അതിൻ്റെ എറർ വരുന്നത് 1.5 വോൾട്ടാണ് മൊത്തം 150ൽ. 1.5 വോൾട്ട്. അപ്പോൾ ഒരു അളക്കുന്ന 83 വോൾട്ടാണ്. 83 വോൾട്ടാണ് അളക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിമിറ്റിംഗ് എറർ എന്താണ്? ദ പെർസെൻറ്റേജ് എറർ എന്താണ്? 1.5/83 × 100 ആണ്.
ആ എറർ കാണുക നമ്മൾ, ആ റിലേറ്റീവ് എറർ കാണുകയാണ്. ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു 100 എന്നുള്ള ഉത്തരം 1.5 മുകളിലുണ്ട്. ബൈ 83 ഇൻറ്റു 100 ദാറ്റ് ഈസ് 1.83%. ദാറ്റ് ഇസ് ദി ആൻസർ. അടുത്ത പ്രോബ്ലം. The voltage generated by a circuit is equally dependent on the value of 3 resistors and is given by the equation V output. V out is R1 R2 by R3. V out is R1 R2 by R3. If tolerance is a measure of error. If tolerance of each resistance is 0.1%, what is the maximum error of the generated voltage? Generated voltage. You look here, the voltage generated by a circuit is equally dependent on the value of 3 resistors and is given by the following equation. V out is equal to, output voltage is equal to R1 R2 by R1 plus R2. If the tolerance of each resistor is 0.1%, what is the maximum error of the generated voltage? So look here, ആ ഫോർമുല വെച്ച് വോൾട്ടേജ് കാണുകയാണ്. 3 റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ആണ്. ഇവിടെ 1% എററാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഹയസ്റ്റ് റിസൾട്ടിങ് വോൾട്ടേജ് കാണാൻ ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ വാല്യൂ കൂടണമെങ്കിൽ ന്യൂമിനേറ്റർ കൂടണം, ഡിനോമിനേറ്റർ കുറയണം. 1% ആണ് കൂടുന്നത്, അല്ലെങ്കിൽ 1% ആണ് കുറയുന്നത്. അപ്പോൾ നമ്മൾ വി ഔട്ട് കാണുമ്പോൾ 1.001 R1, അതായത് 1% ആണ്, 0.1% എത്ര നോക്കിയേ, 0.1% ആണ്. 0.1% നമ്മൾ സംഖ്യയാക്കുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് 0.001 ആകും. അപ്പോൾ ആക്ച്വൽ വാല്യൂ R1ൻ്റെ സ്ഥാനത്ത് നമ്മൾ 1.00 R1 എടുക്കണം. R2വിന് പകരം 1.001 R2 എടുക്കണം. താഴെ നമ്മൾ 0.001 കുറച്ച് പറയുമ്പോൾ 0.999 R3 നേടണം. നിങ്ങൾ നോക്കുക, നമ്മൾ വി ഔട്ടിന് ഉപയോഗിക്കുന്ന ഫോർമുല R1 R2 ബൈ R3 എന്നാണ്, R1 ഇൻറ്റു R2 ബൈ R3 എന്നാണ്. അപ്പോൾ ഹയസ്റ്റ് വോൾട്ടേജ് റീഡിങ് കാണണമെങ്കിൽ ഇതൊരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ കൂടുതലായിരിക്കണം, ഡിനോമിനേറ്റർ കുറവായിരിക്കണം. 0.1% ആണ് എറർ ഉള്ളത്. 0.1% എറർ മീൻസ് 0.1% ടോളറൻസ്. അത് പെർസെൻറ്റേജ് ആക്കുമ്പോൾ നമ്മൾ 100 കൊണ്ട് പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്, സംഖ്യയാക്കുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 0.001 ആണ് വ്യത്യാസം. അപ്പോൾ ആക്ച്വലി R1 എന്തായിട്ട് മാറി ഇവിടെ 1.00 R1. അത് മുകളിൽ എപ്പോഴും വാല്യൂ കൂട്ടിയെടുക്കണം. R2 1.001 R2, താഴെ കുറച്ചെടുക്കണം, കാരണം മാക്സിമം വാല്യൂ നമ്മൾ കാണുന്നത് ഹയസ്റ്റ് റിസൾട്ടിങ് വോൾട്ടേജ് കാണുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 1.003 എന്ന് കിട്ടും. ഈ ലോവസ്റ്റ് കാരണം, the lowest resulting voltage occurs when the values of R3 is highest and R1 and R2 are lowest. The resulting voltage is V out is 0.999 R1 into 0.999 R2 by 1.0001 R3. 0.0001 R3. That we get 0.997. അപ്പോൾ നോക്കിയാൽ മുകളിൽ ആ റിസൾട്ട് നോക്കിയാൽ വി ഔട്ട് 1.003 ആണ്. ഇവിടെ നോക്കിയാൽ 0.993 ആണ്. അപ്പോൾ 0.003 അല്ലെങ്കിൽ 0.3% ആണ് വ്യത്യാസം വരുന്നത് വോൾട്ടേജിൽ ഓരോ കേസിലും. അപ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഈ ടോട്ടൽ വേരിയേഷൻ ഓഫ് ദി റിസൾട്ടന്റ് വോൾട്ടേജ് ഇസ് പ്ലസ് ഓർ മൈനസ് 0.3%. അതായത് 0.003 ആണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ 0.3% 100 കുടിക്കുമ്പോൾ, വിച്ച് ഈസ് ദി ആൾജിബ്രൈക് സം ഓഫ് ദി 3 ടോളറൻസ്. അപ്പോൾ ഓരോ ടോളറൻസ് നമുക്ക് 0.1% തന്നിരിക്കുന്നത്. അത് 3 പ്രാവശ്യം കൂട്ടുമ്പോൾ 3 റെസിസ്റ്റൻസിനും 0.1 വെച്ച് കൂട്ടുമ്പോൾ 0.3 കിട്ടും. അതിന് 0.3 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് പ്ലസ് ഓർ മൈനസ് ആകാം. അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. യു സീ ദി ക്വസ്റ്റ്യൻസ്.
Number 1, what is the probability error or error rate? Error rate എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പ്രോബിലിറ്റി എറർ എന്ന് പറഞ്ഞാൽ എന്താ? Question number 2, explain normal distribution of errors. ആ കർവ് ഒക്കെ ഒന്ന് വരയ്ക്കണം, അത് മൊത്തം പറയണം. ഡ്രോ ദി ഷേപ്പ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, അത് ചോദിച്ചാൽ മൊത്തം എഴുതാം, ആ കർവും അത് ഉൾപ്പെട്ട ഭാഗങ്ങൾ എഴുതാം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്നുള്ളത്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ പ്രാധാന്യം നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി പഠിക്കുക. എക്സ്പ്ലൈൻ പ്രോബിൾ എറർ, ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ, അതിൻ്റെ കൂടെയുള്ള പ്രോബ്ലംസും ഒന്ന് പഠിച്ചു കൊള്ളണം. പ്രോബ്ലം ഇല്ല, ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ആൽബർട്ട് ഡി ഹിൽഫ്രിക് ആൻഡ് വില്യം ഡി കൂപ്പർ അവരുടെ ബുക്കിൽ നിന്നുള്ള പ്രോബ്ലമാണ് കൊടുത്തിരിക്കുന്നത്, പഠിക്കുക. അത് പ്രിസ്ക്രൈബ്ഡ് ബുക്കാണ് നിങ്ങളുടെ ഹിൽഫ്രിക് ആൻഡ് കൂപ്പർ. അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്, യു സ്റ്റഡി ദം, ദേ ക്യാൻ ബി ആസ്ക്ഡ്. താങ്ക് യു വെരി മച്ച്. വി കണ്ടിന്യൂ അവർ ക്ലാസ്. താങ്ക് യു.